എല്ലാവർക്കും നന്ദി. ഈ സമയത്ത് നമ്മൾ ധ്യാനത്തിനായി ചിന്തിക്കുന്നത് വിശുദ്ധ പൗലോസ് ലീഹ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ തിമോത്തിയോസിന് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 4-ാമത്തെ അധ്യായം, അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെയും ഒരേ കാര്യം സംശയം ചോദിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ട് വരികയാണ്. നമ്മൾ വായിക്കാൻ പോകുന്നത് 1 തിമോത്തി 4-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും വീണ്ടും ആളുകൾ അതേ കാര്യം സംശയം ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇന്ന് ആ വാക്യം വായിക്കുകയാണ്. 1 തിമോത്തി 4:10. അതിനായിട്ടു തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. That is why we labor and strive, because we have put our hope in the living God, who is the Savior of all people and especially of those who believe. That is why we work hard and continue to struggle, for our hope is in the living God, who is the Savior of all people and particularly all believers. For to this end we toil and strive, because we have our hope set on the living God, who is the Savior of everyone, who is the Savior of all people, and especially those who believe, for sure. ഇതാണ് ആ വാക്യം. അതിനായി തന്നെ നാം സകല മനുഷ്യരുടെയും, വിശേഷാൽ പ്രത്യേകിച്ച് വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ. അപ്പൊ ദ ലിവിങ് ഗോഡ്, അതിന്റെ അഡ്ജക്റ്റീവ്, നാമവിശേഷണമാണ് ദ സേവിയർ ഓഫ് ഓൾ പീപ്പിൾ. ടൈറ്റിൽ അല്ലെങ്കിൽ അഡ്ജക്റ്റീവായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെയാണ് മതം മനുഷ്യരെ വാണിഭമാക്കുന്ന മേഖല. നിങ്ങൾ കാണരുത് എന്ന് മതം ആഗ്രഹിക്കുന്ന തിരുവെഴുത്തിലെ സത്യങ്ങൾ, അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ നിങ്ങൾക്കായി റിവീൽ ചെയ്യുന്നത്. ദൈവം ആരാണ്? അപ്പൊ മതത്തിന്റെ ദൈവമുണ്ട്, സത്യദൈവമുണ്ട്. സത്യദൈവം വേറെ, മതത്തിന്റെ ദൈവം വേറെ. അപ്പൊ മതത്തിന്റെ ദൈവമുണ്ട്. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? മതത്തിന്റെ ദൈവത്തിലാണോ the true living God? Only true living God. ജീവനുള്ള ഏകദൈവം. ആ ജീവനുള്ള ഏകദൈവം ആരാണ്? He is the Savior of all people. He is the Savior of all people. അപ്പൊ പൗലോസ് ലീഹ ഇത് എഴുതുമ്പം കാലക്രമേണ മതം ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. ഈസ് ദ സേവിയർ ഓഫ് ഓൾ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ക്രിസ്ത്യാനികളുടെ ദൈവം, മുസ്ലിങ്ങളുടെ ദൈവം, ഹിന്ദുക്കളുടെ ദൈവം, അങ്ങനെ പല ദൈവങ്ങളുണ്ട്. അപ്പം സേവിയർ ഓഫ് ഓൾ പീപ്പിൾ, ഇറ്റ് ഈസ് എ ക്ലെയിം ഓഫ് ദ റിലീജിയൻ. അപ്പം മതത്തിന്റെ ഒരു അവകാശവാദമാണ്. അപ്പൊ മതത്തിന്റെ അവകാശവാദമാകുമ്പോൾ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ മാത്രം രക്ഷിതാവ്. പെന്തക്കോസ്തുകാരുടെ ഭാഷ പറഞ്ഞാൽ പെന്തക്കോസ്തുകാരുടെ മാത്രം രക്ഷിതാവ്, അതിനകത്ത് തന്നെ വിശുദ്ധി ഏർപ്പാടും കാത്തു സൂക്ഷിക്കുന്നവരുടെ രക്ഷിതാവ്. പിന്നെ കുറെ കൂടെ പറയുമ്പോൾ ആരൊക്കെ രക്ഷപ്പെടുമെന്ന് ആർക്കും അറിയത്തില്ല എന്നുള്ള ഒരു നിലപാടാണ്. പക്ഷെ ഇവിടെ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നിട്ട് നോക്കുക. ദൈവം ആരാണ്? ഹി ഈസ് ദ സേവിയർ ഓഫ് ഓൾ പീപ്പിൾ. മുഴുവൻ മനുഷ്യരുടെയും, അപ്പം സകല മനുഷ്യരുടെയും രക്ഷിതാവായ ദൈവം. സകല മനുഷ്യരുടെയും രക്ഷിതാവായ ദൈവം. എന്നിട്ടിനി അത് വിശ്വാസികളുടെ മാത്രമാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി പറയാണ്, വിശേഷിച്ച് വിശ്വാസികളുടെയും.
അതായത് ഈ സകല മനുഷ്യരും എന്ന് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചല്ല, വിശ്വാസികളെ കുറിച്ചല്ല, സകല മനുഷ്യരുടെയും രക്ഷിതാവായ, വിശേഷിച്ച് വിശ്വാസികളുടെയും രക്ഷിതാവായ, അല്ല വിശ്വാസികളുടെ മാത്രം രക്ഷിതാവല്ല, ഈസ് നോട്ട് എ സേവിയർ ഓഫ് ഫ്യൂ ബട്ട് ഓൾ. അപ്പൊ ചിലരുടെ രക്ഷിതാവല്ല, വിശ്വാസികളുടെ മാത്രം രക്ഷിതാവല്ല, സകല മനുഷ്യരുടെയും രക്ഷിതാവാണ്. നിങ്ങൾക്കറിയാം 2 വർഷം മുമ്പ് ഈ തായ്ലൻഡില് ഒരു ഗുഹയിൽ കുറച്ച് കുട്ടികൾ കുടുങ്ങിപ്പോയി. അപ്പം അവർ രക്ഷപ്പെടുമെന്നുള്ള കാര്യം ലോകം മുഴുവൻ നിന്നും സഹായമൊക്കെ അവിടേക്ക് ഒഴുകുകയും ലോകം കണ്ണു നട്ടിരിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾക്കറിയാം. കുറേ ദിവസങ്ങൾ ലോകത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ സംഭവമാണ്. അവർ രക്ഷപ്പെടുമോ, രക്ഷപ്പെടുത്താൻ കഴിയുമോ, റെസ്ക്യൂ ഓപ്പറേഷൻ, പലവിധ പ്ലാനുകളാണ് പുറത്തു നിന്ന് പുറം ലോകം പ്ലാൻ ചെയ്തത്, പല പ്ലാനുകൾ. അപ്പൊ അതിലൊരു പ്ലാൻ വർക്കൗട്ടായി. അപ്പൊ അവിടുന്ന് ഈ റെസ്ക്യൂ ടീമാണ് അവരെ രക്ഷിക്കുന്നത്. അപ്പൊ ഹൂ ഈസ് ദ റെസ്ക്യൂവർ? രക്ഷകൻ, രക്ഷകൻ, സേവിയർ. അപ്പൊ ഒരാള് രക്ഷപ്പെടുന്നത് ആരുടെ മെറിറ്റ് ആണ്? ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ്? രക്ഷകനാണ്. രക്ഷിക്കപ്പെടുന്നവനല്ല, രക്ഷകനാണ്. അപ്പൊ ഈ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ചാർജ് എന്താണ്? സേവ് ഓൾ മാൻകൈൻഡ്. ദാറ്റ് ഈസ് ദ മിഷൻ ഗിവൺ ടു ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുയേശുവിന് ലഭിച്ചിരിക്കുന്ന ദൗത്യം മുഴുവൻ മനുഷ്യവർഗത്തെയും കുറിച്ചുള്ള ദൗത്യമാണ്. അപ്പൊ ആ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി, പൂർത്തീകരിക്കുവാൻ വേണ്ടി സ്വർഗത്തിന്റെ മഹത്വം വിട്ട്, പിതാവിനോടുള്ള സമത്വം വിട്ട്, ദൂതന്മാരുടെ ആരാധന വിട്ട് ഈ ദൈവപുത്രൻ ഭൂമിയിലേക്ക് ജാതനായി. ആ മിഷൻ പൂർത്തീകരിക്കാനാണ്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദേ ആർ ലിമിറ്റിംഗ് ഗോഡ് ആൻഡ് ദേ ആർ മോക്കിംഗ് ഗോഡ്. ആൻഡ് അവർ പറയാണ് ഈ ദൈവം കഴിവുകെട്ടവനാണ്, ഈ ദൈവം പരാജയമാണ്, ഈ ദൈവം ഒരു തോൽവിയാണ് എന്ന് പറയുകയാണ്. പക്ഷേ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിൽ പറയുന്നു, നോ, ജീസസ് ക്രൈസ്റ്റ് ഒരു പരാജയമല്ല. യേശുക്രിസ്തു തികച്ചും ജയാളിയാണ്. യേശുക്രിസ്തു സമ്പൂർണ്ണ വിജയമാണ്, പരിപൂർണ വിജയമാണ്. കാരണം അവിടെ ആ കുടുങ്ങിക്കിടന്ന പാറക്കെട്ടിനടിയിൽ, ആ വെള്ളത്തിൽ തണുപ്പത്ത് കുടുങ്ങിക്കിടന്ന ഒരാൾ പോലും മരിക്കാതെ, ഒരാൾ പോലും നഷ്ടപ്പെടാതെ മുഴുവൻ ആളുകളെയും പുറത്തെത്തിച്ചപ്പോൾ ആ റെസ്ക്യൂ ടീം 100% സക്സസ് ആണ്. അപ്പം യേശു കർത്താവ് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഹി ഈസ് ദ സേവിയർ ഓഫ് ഓൾ ആണ് 1 തിമോത്തി 4:10 നമ്മൾ വായിക്കുന്നത്. ഹി ഈസ് ദ സേവിയർ ഓഫ് ഓൾ. അവൻ മുഴുവൻ മനുഷ്യവർഗത്തിന്റെ സേവിയർ ഒക്കെയാണ്. അതൊക്കെ അങ്ങനെ പറയും. പക്ഷെ നമ്മൾ സഹകരിച്ചെങ്കിലല്ലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അപ്പം നമ്മുടേതായ ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് എല്ലാവരും രക്ഷിക്കാൻ പറ്റിയില്ല. വാട്ട് എ ഫെയിലിയർ. പിന്നെ സേവിയർ എന്ന് പറഞ്ഞ് വേഷം കെട്ടും എന്തിനാണ്? റെസ്ക്യൂവർ എന്ന് പറഞ്ഞ് വേഷം കെട്ടും എന്തിനാണ്? അപ്പം ഈ പെന്തക്കോസ്തു മതത്തിന്റെ ദുരന്തമാണ്. കാരണം അവരുടെ ഉപദേശം വെറും വിഡ്ഢിത്തമാണ്. എല്ലാ മതങ്ങൾക്കും അങ്ങനെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. അപ്പൊ അവരെപ്പോഴും അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. എന്താണ് മതത്തിന്റെ നിക്ഷിപ്ത താല്പര്യം? മതത്തിന്റെ താല്പര്യം മതത്തിന്റെ അനുയായികളെ അടിമകളാക്കുക, മാനസിക അടിമകളാക്കുക. അപ്പൊ അങ്ങനെ അവരെ അടിമകളാക്കി ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ മതങ്ങളും അതാണ്. അപ്പൊ ഇവിടെ നമ്മൾ സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ സത്യം അറിയുന്നു. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സകല മനുഷ്യരുടെയും രക്ഷകനാണ്. ഇപ്പോൾ ആരുടേതാണ്? രക്ഷിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. ഹി ഈസ് ദ സേവിയർ. ഹി ഈസ് ദ സേവിയർ. മിഷൻ രക്ഷിക്കുക എന്നുള്ളത്. ഹൂ ഈസ് ദ സേവിയർ? ഞാനാണോ എൻ്റെ രക്ഷകൻ? ആണോ? ഞാനാണോ എൻ്റെ രക്ഷകൻ? ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്നാണ് വിളിക്കുന്നതെന്ന് ഒരു സിനിമയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മളാണോ രക്ഷകൻ? നിങ്ങളാണോ നിങ്ങളുടെ രക്ഷകൻ? നോ. അപ്പൊ ഇത് ആരുടെ ദൗത്യമാണ്? യേശു കർത്താവിന്റെ. അതുകൊണ്ടാണ് പറഞ്ഞത് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. വെളിപ്പാട് പുസ്തകത്തിൽ ഉദ്ധരണിയാണ്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും
അപ്പോൾ കർത്താവിന്റെ മഹത്വമാണ്. രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ ആർത്തു വിളിക്കുന്നുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകമാണ്. അപ്പോൾ രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്, ഇറ്റ് ഇസ് എ ഫ്രീ ഗിഫ്റ്റ് given to all mankind. അപ്പോൾ he is the savior of those who believe. അവൻ വിശ്വസിക്കുന്നവരുടെ രക്ഷകനാണ്. അങ്ങനെയല്ല, അവൻ എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ്. വിശേഷിച്ച്, ഇനി വിശ്വസിക്കുന്നവർ ദുഃഖിക്കണ്ട, വിശേഷാൽ വിശ്വാസികളുടെയും രക്ഷകനാണ്. ഇനി പിണറായി വിജയൻ എല്ലാ മലയാളികളുടെയും അല്ലെങ്കിൽ എല്ലാ കേരളീയരുടെയും മുഖ്യമന്ത്രിയാണ്. വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെയും മുഖ്യമന്ത്രിയാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാർക്ക് വേറെ മുഖ്യമന്ത്രി ഒന്നുമില്ല. ഹി ഈസ് ദ CM. നരേന്ദ്രമോദി ഭാരതീയരുടെ പ്രധാനമന്ത്രിയാണ്. വിശേഷിച്ച് BJP-കാരുടെയും. ഉറപ്പായിട്ടും ഒരിക്കലും അദ്ദേഹം BJP-കാരുടെ പ്രധാനമന്ത്രി. അപ്പൊ നിങ്ങൾ ആ വാചകം പിടിക്കുക. നരേന്ദ്രമോദി എല്ലാ ഭാരതീയരുടെയും പ്രധാനമന്ത്രിയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ BJP-കാർക്കൊക്കെ, വിശേഷിച്ച് BJP-കാരുടെയും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഭാരതീയരെല്ലാം BJP-കാരാണെന്നോ പ്രധാനമന്ത്രി BJP-കാരുടെ മാത്രമാണെന്നോ ഒന്നും അർത്ഥം വരുന്നില്ല. അർത്ഥം, അതിന്റെ മെയിൻ ട്രൂത്ത് ഇതാണ്: നരേന്ദ്രമോദി എല്ലാ ഭാരതീയരുടെയും പ്രൈം മിനിസ്റ്റർ ആണ്. ഇൻ ദ സെയിം മാനർ 1 Timothy chapter 4 verse 10 നമ്മൾ പഠിക്കുമ്പോൾ സകല മനുഷ്യരുടെയും രക്ഷകനായ ദൈവം, സകല മനുഷ്യരുടെയും രക്ഷകനായ ദൈവം. അപ്പൊ സകല മനുഷ്യരെയും രക്ഷിക്കുന്നത് ആരാണ്? സകല മനുഷ്യരെയും രക്ഷിക്കുന്നത് ദൈവമാണ്. അവനവനല്ല, അവരവർ തന്നെ നിന്ന് രക്ഷിക്കാന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. സകല മനുഷ്യരുടെയും രക്ഷകൻ ദൈവമാണ്. ഇറ്റ്സ് നോട്ട് our മിഷൻ, ഇറ്റ് ഈസ് ദ മിഷൻ ഗിവൻ ടു ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന് നൽകപ്പെട്ട ദൗത്യമാണ്. അപ്പൊ നമുക്ക് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം നിങ്ങൾ നോക്കുക. യോസഫിനുണ്ടായ സ്വപ്നമാണ് നമ്മൾ അവിടെ നമുക്ക് നോക്കാൻ പറ്റും. അതിന്റെ 20-ാമത്തെ വാക്യം: ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് നീ അവൻ യേശു എന്ന് പേർ വിളിക്കണം. അപ്പൊ ആരാണ് രക്ഷിക്കുന്നത്? സേവിയർ. അപ്പൊ സേവിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റെസ്ക്യൂവർ എന്ന് പറഞ്ഞാൽ, രക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇവർ മനസ്സിലാക്കുന്നത്? ദൈവമാണ്, യേശു കർത്താവാണ് നമ്മെ രക്ഷിക്കുന്നത്. സകല മനുഷ്യരുടെയും രക്ഷകനാണ്. സകല മിഷൻ ഹാസ് ഗിവൻ ടു ഹിം. അപ്പൊ ദൗത്യം ഈ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ദൗത്യം കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. എന്താണ് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം? മുഴുവൻ മനുഷ്യവർഗത്തെയും രക്ഷിക്കുക എന്നുള്ള ദൗത്യം. ഇനി ഇവിടെ നിങ്ങൾ പെന്തക്കോസ്തുകാരുടെ ആളുകളോട് സംസാരിക്കുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ചോദിക്കേണ്ടേ, പ്രത്യേകിച്ച് കരിസ്മാറ്റിക്കാരൊക്കെ സെയിം ഉപദേശമാണ്. കാരണം രക്ഷിക്കപ്പെടുത്താൻ വേണ്ടി നടക്കുകയാണ്. അവരോട് ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമാണ്, ഈ രക്ഷിക്കുക എന്നുള്ളത് ആരുടെ ദൗത്യമാണ്? ദൈവത്തിന്റെ ആണോ? എത്ര പേരെ രക്ഷിക്കുവാനാണ് യേശു കർത്താവിന് മിഷൻ ലഭിച്ചത്, ദൗത്യം ലഭിച്ചത്? എത്ര പേരെ രക്ഷിക്കാനാണ്? അവിടെയാണ് ജോൺ കാൽവിൻ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് തിയോളജിയന്റെ പ്രസക്തി. എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം അന്തസ്സായിട്ട് കൃത്യമായ കാര്യം പറഞ്ഞു. വെൽ ഡിഫൈൻഡ് ആയിട്ട് തിയോളജി. അദ്ദേഹം പറഞ്ഞു, ദൈവം എല്ലാവരും രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം കുറച്ചുപേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരെ രക്ഷിക്കൂ. അതിനെ ആ ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന തിയറി, ലിമിറ്റഡ് അറ്റോൺമെന്റ് ആണ്. യേശു കർത്താവ് സകല മനുഷ്യർക്കും വേണ്ടി വന്നു, സകല മനുഷ്യരുടെയും രക്ഷകനാണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
എന്നാൽ ഈ പെന്തക്കോസ്തുകാര് അങ്ങനെയുള്ള കൂട്ടർ പറയുന്ന ഇത് രണ്ടും കൂടെ ചേർത്താണ്. സകല മനുഷ്യർക്കും വേണ്ടി വന്നു എന്നവർ പറയും, പക്ഷേ സകല മനുഷ്യരും രക്ഷപ്പെട്ടില്ല. അപ്പോൾ ആരുടെ പരാജയമാണ്? സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ വേണ്ടി വന്ന ഒരാൾക്ക് സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ പരാജയമാണ്? ഇപ്പോൾ തന്നെ ഇവർ ഈ കത്തോലിക്ക കരിസ്മാറ്റിക്കും പെന്തക്കോസ്തുകാരും അവരുടെ ഒരു വലിയൊരു ഇതാണ് ലോക സുവിശേഷീകരണം, വേൾഡ് ഇവാഞ്ചലൈസേഷൻ. എന്താണ് ഇവർ ഇവാഞ്ചലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവാഞ്ചലൈസേഷൻ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് മതപരിവർത്തനമാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ക്രിസ്ത്യാനികളാക്കി മാറ്റുക എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇതൊന്നും വിജയിക്കുന്നില്ല. ഓരോ വർഷവും ഡിസംബർ മാസം ആകുമ്പോൾ ഇവർ കുറ്റബോധം കൊണ്ട് നീറും, പരാജയബോധമാണ്. കാരണം നമ്മളെ കൊണ്ടൊന്നും നടന്നില്ല, അങ്ങനെ വലിയ കൺവേർഷൻ ഒന്നും നടത്താൻ പറ്റിയില്ല. അപ്പം പിന്നെ ഡിസംബറിൽ കുറ്റസമ്മതം നടത്തും, എന്നിട്ട് റീഡെഡിക്കേറ്റ് ചെയ്യും, പുനർസമർപ്പണം നടത്തും. പുതിയ വർഷത്തിൽ നമ്മൾ ശക്തിയോടെ, കരുത്തോടെ, ഉത്സാഹത്തോടെ, വീര്യത്തോടെ, ആത്മാർത്ഥതയോടെ എന്താ ഇവര് അവകാശപ്പെടുന്നത്? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഇവരുടെ കൂടെ ഉണ്ടെന്നാണ്. പക്ഷെ ഇവരുടെ പൂണിയിൽ ആരും വീഴുന്നില്ല, ഒരു കൺവേർഷനും നടക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവം അനുകൂലമായിട്ടും ഫേവറായിട്ടും സർവശക്തനായ ദൈവം ശക്തീകരിച്ചിട്ടും ഒരു പണി നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു തോൽവിയാണ്. കാരണം ഞാൻ എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇത്. കാരണം ഞാനും ഇത് വിശ്വസിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനും ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ഹോളി സ്പിരിറ്റ് വന്നു നമ്മൾ ആളുകളെ പിടിക്കാം, പക്ഷെ അത് നടക്കുന്നില്ല. അപ്പൊ ഞാൻ വാസ്തവമായിട്ട് ചിന്തിച്ചു. കാരണം ഞാൻ 100% വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. അപ്പൊ സർവശക്തനായ ദൈവം നമ്മിലുണ്ട്, നമ്മോട് കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ ഷുവർ. അപ്പൊ നമ്മോട് കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടും നമ്മൾ ഈ മുഴുവൻ ആളുകളെയും മാറ്റാനോ വേൾഡ് ഇവാഞ്ചലൈസേഷൻ എന്നത് നടത്താനോ സാധിക്കുന്നില്ല. അപ്പം ഒന്നുകിൽ പരിശുദ്ധാത്മാവിന് ശക്തിക്ഷയം സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മൾ ധരിച്ചത് തെറ്റാണ്, ഇതല്ല ദൈവം നൽകിയ നിയോഗം. അപ്പൊ അങ്ങനെയാണ് ഞാൻ പഠനം ആരംഭിച്ചത്. ആ പഠനത്തിൽ ഞാൻ കണ്ടെത്തിയ മഹാസത്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ദൈവം ഇത് ഉദ്ദേശിക്കുന്നില്ല. മതപരിവർത്തനം എന്നത് ദൈവത്തിന്റെ അജണ്ടയിലുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ പണ്ടേ ഒറ്റ ദിവസം കൊണ്ട് മതപരിവർത്തനം നടന്നു. അപ്പൊ മതപരിവർത്തനം അങ്ങനെ ലോകത്ത് മുഴുവൻ 100% ആളുകളെ ക്രിസ്ത്യാനികളാക്കുക, അങ്ങനത്തെ ഉദ്ദേശമൊന്നും ഈ ദൈവത്തിനില്ല. അങ്ങനെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്, അതിനൊക്കെ നിസാരമായിട്ട് ദൈവത്തിന് ചെയ്യാം. ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ ആളുകളെ അങ്ങനെ മാറ്റാം. അതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് മതപരിവർത്തന പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന, ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ദയവായി അവസാനിപ്പിക്കുക. നിങ്ങൾ വലിയ തെറ്റാണ് ചെയ്തത്. നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു. നിങ്ങൾ ഇനി എത്ര ഉപവസിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര നിലവിളിച്ചാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതപ്രചരണത്തിനും മതപരിവർത്തനത്തിനും കൂട്ടുനിൽക്കുന്ന ഒരാത്മാവും വരാൻ പോകുന്നില്ല. കാരണം ഗോഡ് ഈസ് ദ സേവിയർ ഓഫ് ഓൾ മാൻകൈൻഡ്. ആ രക്ഷിക്കുന്നതിന്റെ, ആ ദൈവസ്നേഹത്തിന്റെ ഉറപ്പ് കാൽവരി ക്രൂശിൽ മുഴുവൻ മനുഷ്യവർഗത്തിനായും ദൈവം നൽകി. കാരണം ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് and he gave his only begotten son. That is his guarantee. അത് ദൈവത്തിന്റെ ഉറപ്പാണ്. ദൈവത്തിന്റെ ഉറപ്പാണ്. എന്താണ് ദൈവത്തിന്റെ ഉറപ്പ്? ദൈവം എങ്ങനെയാണ് ഉറപ്പ് കൊടുക്കുന്നത്? പഴയ കാലത്ത് ഈ ആളുകള് ഉടമ്പടി ചെയ്യും. രണ്ടുപേര് തമ്മിൽ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന് ഉടമ്പടിയാണ്. ഇന്ന് നമ്മൾ പ്രോമിസറി നോട്ട് എഴുതും, മുദ്രപത്രത്തെ സൈൻ ചെയ്യും, സാക്ഷികളെ വെക്കും, അല്ലെ രജിസ്റ്റർ ചെയ്യും, ഉടമ്പടി പത്രങ്ങൾ ഉണ്ടാക്കും. പഴയ കാലത്ത് അങ്ങനെയാണ് ഉടമ്പടി ഉണ്ടാക്കുകയാണ്. എന്താണ് ഉടമ്പടി? രണ്ടുപേര് തമ്മിൽ വെക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്, വാഗ്ദത്തമാണ്. അപ്പൊ ഉടമ്പടി വെക്കുമ്പം പല രീതിയിൽ ഉടമ്പടി വെക്കും. ഒരുത്തന്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പല വിചിത്രമായ ഉടമ്പടികളെ നമുക്ക് ബൈബിളിൽ കാണാം. ഉപ്പ് എടുത്തു കൊടുക്കുക, ലവണ നിയമം, അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റൊരു നിയമമാണ് ബാബിലോൺകാരുടെ ഒരു സമ്പ്രദായത്തിലുള്ള ഒരു നിയമമാണ് ഒരു മൃഗത്തെ പിളർക്കുക. ഒരു മൃഗത്തെ 2 കഷ്ണമാക്കി പിളർത്തി വെച്ചിട്ട് ഉടമ്പടി ചെയ്യുന്നവൻ മുമ്പിൽ നടക്കുക, ഉടമ്പടി ചെയ്യപ്പെടുന്നവൻ പുറകെ നടക്കുക. എന്നിട്ട് ഇവർ രണ്ടുകൂടെ ഈ മൃഗത്തിന്റെ പിളർപ്പുകൾക്കിടയിലൂടെ നടന്നിട്ട് ഒരുത്തൻ മറ്റവനോട് ഉറപ്പായി വാഗ്ദത്തം ചെയ്യും, ഈ പിളർക്കപ്പെട്ടിരിക്കുന്ന മൃഗത്തിന്റെ ഉടലിന്റെ കഷ്ണങ്ങളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് വാഗ്ദത്തം ചെയ്യുന്നു, ഇന്ന് ഞാൻ നിന്നോട് ചെയ്ത ഈ വാഗ്ദത്തം ദുർബലമാകണമെങ്കിൽ ഈ പിളർക്കപ്പെട്ടിരിക്കുന്ന ശരീരഭാഗങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് ഈ മൃഗം ജീവൻ പ്രാപിച്ചാലല്ലാതെ ഈ ഉടമ്പടി അഴിഞ്ഞു പോകുന്നതല്ല. ആ ഒരു സമ്പ്രദായമാണ്. അത്ര കഠിനമായ വാഗ്ദത്തമാണ്. അപ്പൊ ദൈവം അബ്രഹാത്തിനോട് വാഗ്ദത്തം ചെയ്യുകയാണ്.
ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന് കിട്ടുമ്പം ഇപ്പം നമ്മൾ ഗ്യാരണ്ടർ എന്ന് പറയും. ഗ്യാരണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ബാങ്കിൽ ചെന്നിട്ട് ഞാൻ പറയാണ് എനിക്കൊരു 10 ലക്ഷം രൂപ വേണം. അപ്പൊ 10 ലക്ഷം രൂപ ബാങ്കുകാർ ലോൺ തരുമ്പോൾ പറയും ജാമ്യം നിൽക്കാൻ ആളുണ്ടോ? ജാമ്യം നിൽക്കാൻ ആരാണ്? അപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരുത്തനെ കണ്ട് അപ്പൊ ഇവനെ കൊണ്ട് കാണിക്കുക. അപ്പൊ ബാങ്കുകാർ മൊത്തത്തിൽ ഒന്ന് നോക്കും. 10 ലക്ഷം രൂപ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ 10 ലക്ഷം രൂപ വസൂലാക്കാൻ പറ്റിയ ആസ്തിയുള്ള വേണം ജാമ്യം നിൽക്കാൻ. ചുമ്മാ വഴിയെ പോകുന്ന ഒരുത്തൻ ജാമ്യം നിന്നാ പോരാ. അപ്പൊ ഹൂ ഈസ് ദ ഗ്യാരണ്ടർ? വാട്ട് ഈസ് ഹിസ് സോൾവൻസി? അപ്പൊ ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കാൻ പോവാ അബ്രഹാമിന്. ആ വാഗ്ദാനത്തിൽ ദൈവം അഥവാ പരാജയപ്പെട്ടാൽ is there anyone else who is the responsible to fulfill this promise? Any guarantor? ആരെങ്കിലും ഉണ്ടോ? അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്. ദൈവം പറഞ്ഞു ഞാൻ ഇത് ചെയ്യാം. ഓക്കെ, പക്ഷെ who is the guarantor? There was none else. ദൈവമല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ കർത്താവെ ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആരുള്ളൂ? No one else is there. No one was there. അപ്പൊ ആരുമില്ല. അപ്പൊ അങ്ങനെ വന്നപ്പം ദൈവം തമ്പുരാൻ എന്ത് ചെയ്യാണ്? എന്നാണേ നമ്മൾ നെഞ്ചത്തടിച്ച് പറയാ. അപ്പൊ ഗ്യാരണ്ടി നിൽക്കാൻ ആരുമില്ല. അപ്പൊ നമ്മൾ ചങ്കിനിട്ടടിച്ച് പറയണം ഞാൻ ഉറപ്പായിട്ടും തരാം. അപ്പൊ എന്നാണേ ഞാൻ തന്നെ, എന്നാണേ ഞാൻ തന്നെ ഇത് തന്നു തീർക്കും. എന്നാണ് ഞാൻ തന്നെ ഇത് തന്നു തീർക്കും. കാരണം ഒരു ആണയിടുകയാണ്, ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. അതേ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ആരെങ്കിലും ആ വാഗ്ദാനം ദൈവം ഫുൾഫിൽ ചെയ്യാൻ പരാജയപ്പെട്ടാൽ, ദൈവം പരാജയപ്പെട്ടോട്ടെ ഞാൻ ഫുൾഫിൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകുവാൻ കെൽപ്പുള്ള മറ്റൊരാള് ഇല്ല എന്ന് ഇരിക്കെ ദൈവം എന്ത് ചെയ്യാണ്? ദൈവം സ്വന്തമായിട്ട് ആണയോടുകൂടെ വാഗ്ദാനം കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ ഗ്യാരണ്ടി. ഹൂ ഈസ് ദ ഗ്യാരണ്ടർ? ഗോഡ് ഹിംസെൽഫ്. ഹൂ ഈസ് ദ കവനന്റ് മേക്കർ? അതും ദൈവം തന്നെ. അപ്പം വാഗ്ദത്തം ചെയ്യുന്നത് ദൈവം, ആ വാഗ്ദത്തത്തിന്റെ ജാമ്യക്കാരനും ദൈവം. അപ്പൊ ദൈവിക ഉടമ്പടിയുടെ വിശേഷതയെ ഞാൻ പറയുന്നത്. അപ്പൊ മനുഷ്യൻ ഒരിക്കലും ദൈവത്തിന് ജാമ്യക്കാരനാകുവാൻ കഴിയുകയില്ല. അപ്പൊ മനുഷ്യന് ദൈവത്തിന്റെ ജാമ്യക്കാരനാകാൻ കഴിയും എന്നുള്ള ഒരു സൂചനയാണ് ഇവരുടെ വിശ്വാസത്തിൽ നമ്മൾ കാണുന്നത്. ഇവരുടേതായ രീതിയിൽ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ വായിക്കും. കാരണം നമ്മൾ ജാമ്യക്കാരനാകുക അല്ലെങ്കിൽ നമ്മൾ ഗ്യാരണ്ടർ ആകുക, ഇതൊക്കെയാണ് ആശയങ്ങൾ. നമ്മളെ കൊണ്ട് ജാമ്യക്കാരനാകാൻ കഴിയുകയില്ല. ദൈവത്തിന് ബുദ്ധി ഉപദേശിച്ചവൻ ആരാണ്? ദൈവത്തിന് വല്ലതും മുൻപേ കൊടുത്തിട്ട് തിരികെ പ്രാപിക്കുന്നവൻ ആരാണ്? ഹു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്? നോ വൺ. പൗലോസിനെ റോമാക്കാർക്ക് എഴുതുമ്പോൾ പറയുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അബദ്ധ ചിന്തകളിലേക്ക് നമ്മൾ കടക്കാതെ, അപ്പൊ അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് നീ മൃഗത്തെ പിളർന്നു വെക്കുക, നമുക്ക് അതിലൂടെ നടക്കാം. അപ്പൊ ദൈവം ആ പിളർപ്പുകളുടെ നടുവിലൂടെ കടന്നു പോവുകയാണ്. അബ്രഹാം വിറച്ചുപോയി. കാരണം മനുഷ്യനോട് ഉടമ്പടി ചെയ്യുന്ന ആ ഉടമ്പടിയുടെ നിലവാരത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. പിളർക്കപ്പെട്ട മൃഗങ്ങളുടെ ഇടയിലൂടെ ദൈവം നീങ്ങുകയാണ്. അബ്രഹാമേ ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യാണ്. അപ്പം ആ വാഗ്ദാനത്തെ കുറിച്ചാണ് ഗലാത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് തന്റെ സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല, മറിച്ച് സന്തതി എന്ന ഏകനെ കുറിച്ച് അത്രേ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത്. ആ സന്തതി ക്രിസ്തു തന്നെ. അപ്പൊ അബ്രഹാമിന്റെ സന്തതിക്ക് നൽകിയ വാഗ്ദത്തം ക്രിസ്തുയേശുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശയമാണ് പൗലോസിലെ കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷിതാവ് ദൈവമാണ്. He is the Savior. He is the Savior of who? He is the Savior of all people. അവൻ സകല മനുഷ്യരുടെയും രക്ഷകനാണ്. അവൻ സകല മനുഷ്യരുടെയും രക്ഷകനാണ്. അവൻ he is not the Savior of few, but he is the Savior of all. അവൻ സകല മനുഷ്യരുടെയും രക്ഷകൻ.
അവൻ സകല മനുഷ്യരുടെയും രക്ഷകൻ. അപ്പം 1 തിമോത്തി 4 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന അതാണ്, ഈസ് ദ സേവിയർ ഓഫ് ഓൾ പീപ്പിൾ. For to this end we both labor and suffer reproach, because we trust in the living God, who is the savior of all men, especially of those who believe. സകല മനുഷ്യരുടെയും രക്ഷകനായ ഈ ദൈവം, അപ്പൊ സകല മനുഷ്യരുടെയും രക്ഷകനായ ഈ ദൈവം എന്താണ് ചെയ്യുന്നത്? സകല മനുഷ്യരുടെയും രക്ഷകനായ ഈ ദൈവത്തിന് സകല മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹവുമുണ്ട്. അത് 1 തിമോത്തി 2:4 എഴുതിയിരിക്കുകയാണ്. Who wants all people to be saved and to come to a knowledge of the truth. God wants everyone to be saved and to understand this truth, this great knowledge. God, who desires all people to be saved and to come to the full knowledge of the truth, to this glorious understanding of this great truth. അപ്പൊ ദൈവം ആരാണ്? ദൈവം സകല മനുഷ്യരുടെയും രക്ഷകനാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ട്, ഇപ്പൊ കളക്ടറാണെന്ന് പറയും, പക്ഷെ ജില്ല നന്നാണോന്നൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല. ദൈവം സകല മനുഷ്യരുടെയും രക്ഷകനാണെന്ന് മാത്രമല്ല, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും കൂടെ ചെയ്യുന്നു. മനസ്സിലായോ? അവൻ രക്ഷകനാണ് എന്ന് പറഞ്ഞപ്പോ ചില ഡോക്ടർമാരുണ്ട്, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിലൊക്കെ ഡോക്ടർമാര് രോഗികളുടെ ചികിത്സകനൊക്കെയാണ്, പക്ഷെ അവർക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ല രോഗികളെ ചികിത്സിക്കണം. പക്ഷെ എല്ലാവരുടെയും ഡോക്ടറാന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. ഇവിടെ അങ്ങനെയല്ല. ഈ ഒരേ ലേഖനത്തിൽ ഇത് രണ്ടും പറഞ്ഞിരിക്കുക. 1 തിമോത്തിയോസ് 4:10 പറയാണ്, ഹി ഈസ് ദ സേവിയർ ഓഫ് ഓൾ മെൻ. അവിടെ നിർത്തുന്നില്ല, അതിന്റെ 2:4 പറയാണ്, സകല മനുഷ്യരും രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ സകല മനുഷ്യരുടെയും രക്ഷിതാവായ നമ്മുടെ ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. സകല മനുഷ്യരുടെയും രക്ഷിതാവായ ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര മനോഹരമായ ആശയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. സകല മനുഷ്യരുടെയും രക്ഷിതാവായ ദൈവം, ഓക്കെ, സകല മനുഷ്യരുടെയും രക്ഷിതാവായ ദൈവം, സകല മനുഷ്യരുടെയും രക്ഷിതാവായ ദൈവം സകല മനുഷ്യരുടെയും രക്ഷിതാവായ ദൈവം, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവം, സകല മനുഷ്യരുടെയും രക്ഷിതാവായ ദൈവം, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ഈ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങൾ അത് ഞാൻ ഒരു വാക്യം വായിക്കാം. വായിക്കുന്നത് ഗലാത്യ ലേഖനം, എബ്രായ ലേഖനം. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം. അപ്പം അതിനകത്ത് 13-ാമത്തെ വാക്യം, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ, നിങ്ങൾ ആ വാക്യം എടുത്ത്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അതായത് ദൈവം അബ്രഹാമിന് പ്രോമിസ് കൊടുക്കുമ്പോൾ ഗ്യാരണ്ടർ ഇല്ല, കാരണം ദൈവത്തെക്കാൾ വലിയവനില്ല. അപ്പൊ ഗ്യാരണ്ടർ എപ്പോഴും നമ്മളെക്കാൾ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. അപ്പൊ ആരാ ഇപ്പൊ ദൈവത്തിന് ഗ്യാരണ്ടി നിൽക്കുന്നത്? ദൈവം പറയണ, അഥവാ ഞാൻ പരാജയപ്പെട്ടാൽ, അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കാൻ പറയണ, ഞാൻ ഈ ലോൺ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഇവൻ അടയ്ക്കും. അപ്പൊ ഇവൻ ആരാ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ബാങ്കുകാർ നോക്കുകയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളം എത്രയുണ്ട്, അവന്റെ ഇൻകുംബറൻസ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം നോക്കുക, ബാധ്യതാ സർട്ടിഫിക്കറ്റ് നോക്കുക, അവൻ എത്ര ലോൺ ഉണ്ട്, എത്ര തിരിച്ചടവുണ്ട്. അപ്പൊ അഥവാ ഞാൻ if I fail to make payments, ബാങ്കിന് അവനിൽ നിന്ന് വസൂലാക്കാൻ പറ്റും. ഇവിടെ ദൈവം പരാജയപ്പെട്ടാൽ who else? No one else. ദൈവത്തിന്റെ ആലോചന സഭയിൽ അനൗൺസ് ചെയ്തു,
ആർക്കെങ്കിലും പറ്റുമോ ഒരു ഗ്യാരണ്ടർ ആകാൻ? ആരുമില്ല. അപ്പൊ അതുകൊണ്ട് എബ്രായ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണെ അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. 17-ാം വാക്യം, അതുകൊണ്ട് ദൈവം വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. വാട്ട് പ്രത്യാശ? ദ ഗ്ലോറിയസ് ഹോപ്പ്. ദ ഗ്ലോറിയസ് ഹോപ്പ്. Glorious gospel ആണ്. About this glorious hope, the blessed hope, Christ in you. That's a hidden mystery. ഇവിടെ പറയണം, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയത്തില്ല. ഗോഡ് cannot lie. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ആങ്കർ ഓഫ് അവർ സോൾ, ഗ്ലോറിയസ് ഗോസ്പൽ. ആത്മാവിന്റെ നങ്കൂരം. കപ്പലൊക്കെ ഇത് നങ്കൂരം ഇടുക. കപ്പൽ നിർത്തി കഴിയുമ്പോൾ നങ്കൂരം ഇടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആങ്കർ, വലിയ ഇരുമ്പിന്റെ വലിയ വെയിറ്റ് ഉള്ള. ഇളകിപ്പോകാതെ, ചഞ്ചലചിത്തരാകാതെ, ആടിപ്പോകാതെ, ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതെ നമ്മൾ ഈ ആത്മാവിന്റെ നങ്കൂരം എടുത്ത് ഈ വെള്ളത്തിലോട്ട് ഇടണം. ഈ വലിയ കനമുള്ള നങ്കൂരം താന്ന് ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ പുറകെ ആ ചങ്ങല വലിച്ചു കുറച്ചു നേരം എടുക്കും. പക്ഷെ അങ്ങ് താഴെ ചെന്നത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല. എന്നോട് ഈ സംശയങ്ങൾ മുഴുവൻ എഴുതി ചോദിക്കുകയും വിളിച്ചു ചോദിക്കുകയും ചെയ്യുന്നവർ നങ്കൂരം ഇടാത്തവരാണ്. ഇപ്പോഴും ഇങ്ങനെ എന്തിനാണ് ടോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തിരകളിൽ ഇങ്ങനെ എന്തുകൊണ്ടിരിക്കുകയാണ്, ടോസ് ചെയ്യപ്പെടുകയാണ്. അവരതിനകത്ത് ടോയിൽ ചെയ്യാണ്. ഈ നങ്കൂരം ഇടുക, ആത്മാവിന്റെ നങ്കൂരം. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ദിസ് ഈസ് ഗുഡ് ന്യൂസ്. ദിസ് ഈസ് ട്രൂ ഗോസ്പൽ. നിങ്ങൾ ഈ ആത്മാവിന്റെ നങ്കൂരം ഇടുക. ഇന്ന് അപ്പൊ അബ്രഹാമിന്റെ ആ കാലത്ത് അബ്രഹാം ചോദിച്ചപ്പം there was no guarantor. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ചോദിക്കുമ്പോ ഇതെന്തോന്നിനാൽ ഞാൻ അറിയും ദൈവമേ? അബ്രഹാം ചോദിച്ചപ്പോ ദൈവം കുഴഞ്ഞുപോയി. ദൈവത്തിന് ഒന്നും പറയാനില്ല. ദൈവം പറഞ്ഞു, എന്നാണ്, ഞാൻ തന്നെ ഇത് ചെയ്തോളാം. നീ മൃഗത്തെ പിളർന്നു, ഞാൻ വരാൻ പോവാ. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചോദിക്കുക, ദൈവമേ, ഈ താടി നീട്ടി ഈ പുള്ളിയിരുന്ന് ഈ പറയുന്ന കാര്യം ശരിയാണോ എന്ന് ഞാൻ എന്തോന്നിനാൽ അറിയും? അബ്രഹാമിന്റെ കാലത്തെ പോലെ ദൈവത്തിന് പ്രശ്നമില്ല. അബ്രഹാമിന് കാണിച്ചു കൊടുക്കാൻ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ദൈവത്തിന് ഗ്യാരണ്ടി ഉണ്ട്. എന്താണെന്നറിയാമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ, പൗലോസ് എഴുതാണ് റോമാക്കാർക്ക് എഴുതുമ്പോ, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ദൈവം, ഇന്ന് നിങ്ങൾക്ക് ദൈവം ഒരു ഗ്യാരണ്ടി തരികയാണ്. അത് ഒരാണയല്ല, മറിച്ച് 3 ആണിയിൽ തൂങ്ങിക്കിടക്കുന്ന തന്റെ സ്വന്തം പുത്രനെയാണ്. ദാ ആ ക്രൂശിലേക്ക് നോക്കൂ. ദാറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. നിങ്ങൾ അധിക്ഷേപിച്ചിട്ടും അടിച്ചിട്ടും അപഹസിച്ചിട്ടും അപമാനിച്ചിട്ടും തുപ്പിയിട്ടും താടിരോമ പിച്ചിപ്പറിച്ചിട്ടും മുറിവേൽപ്പിച്ചിട്ടും കുരിശിച്ചിട്ടും ഒരക്ഷരം എതിർത്ത് പറയാതെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാടെന്നതുപോലെ ശാന്തമായി നിന്ന എന്റെ പുത്രൻ, ദാറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. നൗ വി ഹാവ് എ ഗ്യാരണ്ടി. സ്വന്തം കുമാരനെ ആദരിയാതെന്മേൽ. അപ്പൊ സ്വന്തം പുത്രനെ ആദരിക്കാതെ, then will he withhold anything from us? സ്വന്തം പുത്രനെ നിങ്ങൾക്ക് വേണ്ടി സ്പെയർ ചെയ്ത ദൈവം, സ്വന്തം പുത്രനെ നിങ്ങൾക്ക് വേണ്ടി നൽകിയ ദൈവം പിന്നെ ഒരു ഉണ്ടംപൊരി മാറ്റി വെക്കുവോ? സ്വർഗത്തിലെ ഒരു സീറ്റ് മാറ്റി വെക്കുവോ? ഏറ്റവും വിലപിടിച്ചതിനെ നിങ്ങൾക്ക് തന്നു. ദാറ്റ് ഈസ് ദ ഗ്യാരണ്ടി. ദാറ്റ് ഈസ് ദ ഗ്യാരണ്ടി ഓഫ് ദ ഗോസ്പൽ. ഗോസ്പലിന്റെ ഗ്യാരണ്ടിയാണ്, ഈ കവനന്റിന്റെ ഗ്യാരണ്ടിയാണത്. അതുകൊണ്ടാണ് യേശു കർത്താവ് അവസാന രാത്രിയിൽ അത്താഴത്തിന് ഈ പാനപാത്രം എടുത്തിട്ട് സ്തോത്രം ചൊല്ലിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ ഗ്യാരണ്ടി. ഇത് പുതിയ ഉടമ്പടിയുടെ രക്തം. പഴയ ഉടമ്പടിയിലെ രക്തം എന്താണ്? ആ മൃഗത്തെ പിളർന്നാണ്. മൃഗത്തെ പിളർന്നു,
നടുക്കൂടെ അബ്രഹാം നടന്നു, പുറകെ യഹോവ നടന്നു. അതായിരുന്നു. പക്ഷെ ഇതോ പിടിച്ചു, പുതിയ ഉടമ്പടിയുടെ രക്തം. ദിസ് ഈസ് മൈ ഗ്യാരണ്ടി. യു ആർ സേവ്ഡ് ആൻഡ് സേവ്ഡ്. യു ആർ സേവ്ഡ് ഫോർ എവർ. ഒരാത്മാവിന്റെ നങ്കൂരം. വാട്ട് എ വണ്ടർഫുൾ ഗോസ്പൽ വി ഹാവ്. നമ്മൾ ആ വായിച്ച ആ വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ചത്? സകല മനുഷ്യരുടെയും രക്ഷകൻ. അപ്പൊ അതാണ് ആ ഉണ്ണിയെ കാണുവാൻ വിശേഷ തൈലവുമായിട്ട് അവർ പോയത്. വാട്ട് എ വണ്ടർഫുൾ ഗോസ്പൽ വി ഹാവ്. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു. സത്യവും ജീവനും. ആരും പോകരുത്. എല്ലാരും അവിടെ നിൽക്കണം. ആരും പോകരുത് ദയവായിട്ട്. മായവൻ വഴിയാം വണ്ണം ബേത്ലഹേമതിൽ വഴിയും സത്യവും ജീവനുമായവൻ വഴിയാം വണ്ണം. ഞാൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞത് ഇതിന്റെ കാരണം, ഇവിടെ ഒരു കീടം, ഈ സുഭാഷ് കുമാർ മണി എന്ന് പറഞ്ഞ് ഇവൻ വന്ന് ഇവിടെ ഇരുന്ന് ഓരോന്ന് എഴുതുന്നുണ്ട്. എന്താണ് ഇവന്റെ പ്രശ്നം എന്നൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മണിയനോട് ഞാൻ വീണ്ടും പറയാണ്, മണിയൻ ഈ പ്രദേശത്തൂടെ നിന്ന് കറങ്ങിയിട്ട് ഒരു കാര്യമില്ല. മണിയന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കത്തില്ല. ഇവിടെയുള്ള വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ വെൽ അബവ് യുവർ ഇന്റൻഷൻസ്. യു കനോട്ട് റീച്ച് ദം. മണിയന്റെ വീട് വിട്ടുപോയ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യപരിപാടികളിലോട്ട് വല്ല പോകും. അങ്ങനെയുള്ള വല്ല കാര്യങ്ങൾക്ക് വല്ല സഹായമൊക്കെ വേണേൽ ആളുകളോട് ചോദ്യം. മണിയൻ ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് ഒരു കാര്യമില്ല. മണിയന് വേദപുസ്തകം അറിയത്തില്ല. മണിയന് ഞങ്ങൾ മറുപടി ഒന്നും തരുന്നില്ല. മണിയന് വേദപുസ്തകം അറിയത്തില്ല. മണിയന് യാതൊരു കാര്യത്തില്ല. മണിയന് ഒരുമാതിരി അറിയാവുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറർ മടക്കി വെച്ച് കാർ ഓടിക്കാൻ അറിയാം. മനസ്സിലായില്ലേ? ഈ രണ്ട് സൈഡിലത്തെ മിറർ ഇല്ലേ, അത് മടക്കി വെക്കും മണിയൻ. കാരണം മണിയന്റെ വിചാരം അത്, കാരണം മണിയൻ പല പ്രാവശ്യം ഓടിച്ചിട്ടും അത് പിന്നെ വേറെ ഓട്ടോറിക്ഷയിലൊക്കെ തട്ടി ഒടിഞ്ഞൊടിഞ്ഞ് പോവുക. ഓരോ പ്രാവശ്യവും പുള്ളി ഡ്രൈവ് ചെയ്ത് ചെല്ലുമ്പോൾ 750 രൂപ വെച്ച് പോകും. കാരണം ഇവന് വണ്ടി ഓടിക്കാൻ ഇങ്ങനെ ഓടിച്ചു ഈ സാധനം ഒടിഞ്ഞു, ഇതൊരു വേസ്റ്റ് ആട്ടെ. ഇവൻ ചിന്തിക്കുന്നത് ഈ രണ്ട് മിറർ ഒരു വേസ്റ്റ് ആണ്. അതുകൊണ്ട് ഇവന്റെ കാർ എപ്പോഴും കാരണം ഇത് മിററിൽ നോക്കി ഓടിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നേരെ നോക്കി വണ്ടി ഓടിക്കുക.